പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ കാര്യം, കേരള ഫുട്ബോൾ ഫാൻസിനെല്ലാം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കും. ഒഫീഷ്യൽ പ്രഖ്യാപനം മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഇന്ന് നടത്തിയിരുന്നു. 100 കോടിയിലധികം ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. മാത്രമല്ല, ഇത് സ്പോൺസർ വഴിയാകും കണ്ടെത്തുക. കേരളത്തിൽ 2 മത്സരങ്ങളാകും അർജന്റീന കളിക്കുന്നത്. ഏഷ്യയിലെ പ്രമുഖ 2 ടീമുകളാകും അർജന്റീനയുമായി കളിക്കുക. ഇനി ISLുമായിട്ട് ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് പറയാനായിട്ട് പോകുന്നത്. നിലവിൽ ഈ ഒരു സീസണിൽ വലിയൊരു നിരാശ നൽകുന്ന പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 8 മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് 4 മത്സരങ്ങളിലും പരാജയപ്പെടുകയായിരുന്നു. കോച്ച് മിഗാൽ സ്റ്റെഹ്റയ്ക്ക് ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. അടുത്ത 2 മത്സരങ്ങളിലും മോശം റിസൾട്ട് ആണ് ഉണ്ടാവുന്നത് എങ്കിൽ കോച്ച് മിഗാൽ സ്റ്റെഹ്റയെ പുറത്താക്കുമെന്ന് ഷൈജു ദാമോദരൻ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങൾ കോച്ചിനെ സംബന്ധിച്ചും ടീമിനെ സംബന്ധിച്ചും നിർണായകം തന്നെയാണ്. ഈ ഒരു സീസണിൽ ഏറ്റവും ആദ്യം പ്രീ സീസൺ ആരംഭിച്ച ടീമായിട്ട് കൂടി നിലവിൽ 10ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. നേരത്തെ ട്രെയിനിങ് എല്ലാം ആരംഭിച്ചിട്ട് കൂടി ഓരോ മത്സരങ്ങൾ കഴിയുന്തോറും പ്ലേയേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് കൂടി വരികയാണ്. ആദ്യ കുറച്ച് മത്സരങ്ങൾ മാറ്റി നിർത്തിയാൽ പിന്നീടുള്ള മത്സരങ്ങളിലെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് വലിയൊരു നിരാശ നൽകുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു വിജയം കണ്ടിട്ട് ഏതാണ്ട് ഒരു മാസത്തോളം ആയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായിട്ട് വിജയിച്ചത് ഒക്ടോബർ 20 മുഹമ്മദ് നസിക്കെതിരെയാണ്. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച ഒരു മത്സരത്തിൽ പോലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടില്ല. ഇനിയുള്ള മത്സരങ്ങളിൽ വിജയം കണ്ടെത്തിയില്ലെങ്കിൽ അപകടത്തിലേക്കായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോക്ക്. മറ്റുള്ള ടീമുകളാവട്ടെ, ഹൈദരാബാദ് FC ഉൾപ്പെടെയുള്ള ടീമുകൾ ഇപ്പോൾ മികച്ച ഫോമിൽ തന്നെ കളിക്കുന്നുമുണ്ട്. കോച്ചിനെ മാത്രം വിമർശിച്ചിട്ട് കാര്യമില്ല. ടീമിലെ ചില പ്ലേയേഴ്സിന്റെ പ്രകടനവും വലിയൊരു നിരാശ തന്നെയാണ്. അടുത്തൊരു വാർത്ത, മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഇവാൻ കലീഷ്നിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നേഷൻസ് ലീഗിൽ യുക്രൈൻ വേഴ്സസ് അൽബേനിയ മത്സരത്തിൽ മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഇവാൻ കലീഷ്നിയും കളിച്ചിരുന്നു. യുക്രൈൻ ടീമിന്റെ സ്റ്റാർട്ടിംഗ് 11ൽ ഇവാൻ കലീഷ്നിയും ഉണ്ടായിരുന്നു. മത്സരത്തിൽ 2-1 എന്ന സ്കോറിൽ യുക്രൈൻ ആയിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.